ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IGBT ട്രാൻസിസ്റ്ററുകളെ കുറിച്ചാണ്. ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്ററുകളാണ് IGBTകൾ. ഇവ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസിൻ്റെ ഗണത്തിൽപ്പെടുന്നു. പവർ മോസ്ഫെറ്റിൻ്റെയും BJTയുടെയും ബെസ്റ്റ് ക്വാളിറ്റികൾ കമ്പൈൻ ചെയ്തതാണ് ഒരു IGBT ട്രാൻസിസ്റ്ററുകൾ. IGBTക്ക് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. അതുപോലെ ലോ ഓൺ സ്റ്റേറ്റ് കണ്ടക്ഷൻ ലോസാണ് IGBTകൾക്കുള്ളത്. IGBTക്ക് 3 ടെർമിനലുകൾ കാണപ്പെടുന്നു. ഇവയൊക്കെയാണ് എമിറ്റർ, കലക്ടർ, ഗേറ്റ്. ഇനി നമുക്ക് IGBTയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാം, ഈ ഒരു ഫിഗറാണ് IGBTയുടെ സ്ട്രക്ചറിനെ സൂചിപ്പിക്കുന്നത്. അതിലെ ഏറ്റവും താഴത്തെ ഒരു ലെയർ നിങ്ങൾക്ക് കാണാം. ഇതിനെ പറയുന്നതാണ്, നിങ്ങൾക്ക് കാണാം P+ ലെയർ. ഇതിനെ സാധാരണ പറയുന്നത് ഇഞ്ചക്ഷൻ ലെയർ എന്നാണ്. അതുപോലെ ഡ്രിഫ്റ്റ് ലെയർ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഡ്രിഫ്റ്റ് ലെയർ. ഇതിനെ സൂചിപ്പിക്കുന്നത് N- എന്നുള്ള ഈ ഒരു റീജിയനാണ് ഡ്രിഫ്റ്റ് ലെയറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഈ P+ ലെയറും N- ഡ്രിഫ്റ്റ് ലെയറിനിടയിലും ഒരു ബഫർ ലെയർ, ഒരു N+ ലെയർ നിങ്ങൾ കാണാം. ഇതിന് പറയുന്ന പേരാണ് ബഫർ ലെയർ. അപ്പോൾ ചില IGBTകളിൽ ഈ ബഫർ ലെയർ കാണപ്പെടുന്നില്ല. അത്തരം IGBTകളെ പറയുന്ന പേരാണ് നോൺ പഞ്ച് ത്രോ IGBT. ഇനി ഇത് ബഫർ ലെയർ പ്രസൻ്റ് ആയിട്ടുള്ള, അതായത് കാണപ്പെടുന്ന IGBTകളെ പറയുന്ന പേരാണ് പഞ്ച് ത്രോ IGBT അഥവാ PT IGBTs. ഓക്കെ. അതുപോലെ അതിന് മുകളിൽ കാണപ്പെടുന്നതാണ് ബോഡി റീജിയൻ. ഈ ബോഡി റീജിയൻ നിർമ്മിച്ചിട്ടുള്ളത് P ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണ്. അതുപോലെ 2 ഗേറ്റും അതുപോലെ എമിറ്ററും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് സോഴ്സ് ലെയറുകൾ. ഓക്കെ. ഇനി IGBTയുടെ കണക്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. IGBTയിൽ എമിറ്ററും അതുപോലെ ഗേറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വോൾട്ടേജാണ് VG. അതുപോലെ എമിറ്ററും കലക്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വോൾട്ടേജാണ് VCC. എമിറ്ററിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എന്താണ്? ഇവിടെ കാണാം, നെഗറ്റീവാണ്. ഓക്കെ, എമിറ്ററിൻ്റെത് എപ്പോഴും നെഗറ്റീവാണ്, കലക്ടറിൻ്റെത് എപ്പോഴും പോസിറ്റീവാണ്. അതുപോലെ ഗേറ്റിൽ നമ്മൾ എപ്പോഴും എന്താണ് കൊടുക്കുന്നത്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ കണക്ഷൻ. അതുപോലെ IGBTൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, IGBTക്ക് 2 PN ജംഗ്ഷനുകൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 PNs ഇവയൊക്കെയാണ്, നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്ത് കാണാം. ഫസ്റ്റ് ഈ P+ ഇഞ്ചക്ഷൻ ലെയറിനും ബഫർ ലെയറിനും ഇടയിൽ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രിഫ്റ്റ് ലെയറിനും അതുപോലെ ബോഡി റീജിയനും ഇടയിൽ എന്തുണ്ട്? ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ലെയറിനും ബഫർ ലെയറിനും ഇടയിലുള്ള PN ജംഗ്ഷനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ജംഗ്ഷൻ 1 ആണ്. അതുപോലെ ഡ്രിഫ്റ്റ് ലെയറിനും അതുപോലെ ബോഡി റീജിയറിനും ഇടയിലുള്ള PN ജംഗ്ഷനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഏതാണ്? ജംഗ്ഷൻ 2 ആണ്. ഓക്കെ. സാധാരണ ഓഫ് കണ്ടീഷനിൽ, അതായത് ഈ IGBTയിൽ നമ്മൾ ഗേറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കണ്ടീഷനിൽ ജംഗ്ഷൻ 1 എപ്പോഴും എന്തായിരിക്കും? ഫോർവേഡ് ബയാസിലായിരിക്കും. അതുപോലെ ജംഗ്ഷൻ 2 എപ്പോഴും എന്തായിരിക്കും? റിവേഴ്സ് ബയാസിലായിരിക്കും. ഇതാണ് സാധാരണ രീതിയിലുള്ള കണ്ടീഷൻ. ഗേറ്റ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ജംഗ്ഷൻ 1 ഫോർവേഡ് ബയാസിലും ജംഗ്ഷൻ 2 എന്തിലാണ്? റിവേഴ്സ് ബയാസിലുമായിരിക്കും. ഇനി നമുക്ക് IGBTയുടെ വർക്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇനീഷ്യലി ജംഗ്ഷൻ 1 ഫോർവേഡ് ബയാസിലാണ്, അതുപോലെ ജംഗ്ഷൻ 2 എന്താണ്? റിവേഴ്സ് ബയാസിലാണ്. അതായത് ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയാണ് IGBTയുടേത് പറഞ്ഞത്. അതായത് ഓഫ് കണ്ടീഷനിലുള്ള ഒരവസ്ഥയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എമിറ്ററിലും അതുപോലെ ഗേറ്റിലും നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് VG. അത് അപ്ലൈ ചെയ്യാണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ ഈ ജംഗ്ഷൻ 2 എന്ന് പറഞ്ഞാൽ ബോഡി റീജിയനും ഡ്രിഫ്റ്റ് റീജിയനും ഇടയിൽ കാണപ്പെടുന്ന PN ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ എന്താവും? ഫോർവേഡ് ബയാസിലേക്ക് മാറും. അപ്പോൾ അതെങ്ങനെയാണ് ഫോർവേഡ് ബയാസിലേക്ക് മാറുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഗേറ്റിൻ്റെ
ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ഈ ഗേറ്റിലെ മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, മെറ്റാലിക് ലെയർ. അതുപോലെ ഈ സോഴ്സ് ലെയർ, പോയിൻ്റ് ചെയ്തിട്ടാണ് സോഴ്സ് ലെയർ. ഇതിനിടയിൽ നിങ്ങൾക്ക് കാണാം ഒരു മെറ്റൽ ഓക്സൈഡ് ഉണ്ട്, SiO2ൻ്റെ സിലിക്കൺ ഓക്സൈഡിൻ്റെ ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ ലെയർ ഉണ്ട്. ഈ ലെയർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഡൈ ഇലക്ട്രിക് ആയിട്ട് പ്രവർത്തിക്കും. അതായത് ഇവിടെ ഒരു കപ്പാസിറ്ററിൻ്റെ എഫക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ പോസിറ്റീവ് ഗേറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഇതൊരു കപ്പാസിറ്ററിനെ പോലെ പ്രവർത്തിക്കും. നേരത്തെ നമ്മൾ മോസ്ഫെറ്റിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, അങ്ങനെ കപ്പാസിറ്റർ എഫക്റ്റ് കാരണം നമ്മുടെ ഈ സോഴ്സ് ലെയറിൽ അതുപോലെ ബോഡി റീജിയനിൽ എന്ത് വരും, ഇലക്ട്രോൺസുകളുടെ അഫിനിറ്റി കൂടും. അതായത് ഇലക്ട്രോൺസുകളുടെ റേറ്റ് എന്താവും അവിടെ കൂടുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ അക്യുമുലേഷൻ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇലക്ട്രോൺസിൻ്റെ ഇത് കൂടുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഇതിൽ ഈ ബോഡി റീജിയനിൽ നമ്മൾ എന്താ പറയുക, എമിറ്റർ വഴി നെഗറ്റീവാണ് വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇലക്ട്രോൺസിൻ്റെ അളവ് എന്താണ് വളരെ അധികം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, താഴെ P+ ലെയറിലുള്ള അയോൺസ് എന്ത് ചെയ്യും, ഈ സോഴ്സ് ലെയറിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നത് കാണാം. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു കറൻറ്റ് ഫ്ലോ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ കറൻറ്റിനെ പറയുന്ന പേരാണ് IC അഥവാ കലക്ടർ കറൻറ്റ്. ഈ കറൻറ്റ് താഴെ P+ ഇഞ്ചക്ഷൻ ലെയറിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്ത് കാണാം, ഇതുപോലെ സോഴ്സ് ലെയറിലേക്ക് എന്ത് ചെയ്യും, മൂവ്മെൻറ്റ് നടത്തും. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ കഴിയും, അതായത് നമ്മൾ കൂടുതൽ VG അതായത് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നുണ്ടാവും കൂടുതൽ കലക്ടർ കറൻറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ Y ആക്സിസിൽ കലക്ടർ കറൻറ്റും അതുപോലെ X ആക്സിസിൽ ഗേറ്റ് എമിറ്റർ വോൾട്ടേജുമാണ് നൽകിയിട്ടുള്ളത്, അതായത് VG വോൾട്ടേജാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് അഥവാ VG നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് കലക്ടർ കറൻറ്റ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് എപ്പോഴാണ് കൂടുന്നത് പറഞ്ഞാൽ ഈ പോയിൻ്റ് ശ്രദ്ധിക്കുക, VG ത്രഷോൾഡിനേക്കാളും ഉയർന്ന വോൾട്ടേജ് എന്തിനു വേണം, VGE, അതായത് ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് ത്രഷോൾഡ് ഗേറ്റ് എമിറ്റർ വോൾട്ടേജിനേക്കാളും കൂടുതൽ നൽകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കലക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്ത് ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ഗ്രാഫ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാം, ഉയരുന്നതായിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഗ്രാഫ് IGBTയുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫാണ്. ഇതിൽ 3 റീജിയനുകളാണുള്ളത്. അതിൽ ആദ്യത്തെ റീജിയനാണ് കട്ട് ഓഫ് റീജിയൻ. ഈ കട്ട് ഓഫ് റീജിയനിൽ നമ്മൾ പറഞ്ഞു VGE അഥവാ ഗേറ്റ് എമിറ്റർ വോൾട്ടേജിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഈ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് അഥവാ VGയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി ജംഗ്ഷൻ 1 ഫോർവേഡ് ബയാസിലും ജംഗ്ഷൻ 2 റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് പറയുക, താഴത്തുള്ള P+ അഥവാ P+ ലെയർ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ലെയറിൽ ഉണ്ടാകുന്ന അയോൺസുകൾക്ക് പോകാൻ, അതായത് മുകളിലേക്ക് സോഴ്സ് ലെയറിലേക്ക് എത്താനുള്ള ഒരു പാത ഉണ്ടാവില്ല. അതിന് പറയുന്ന പേരാണ് ചാനൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നോ ചാനൽ ഫോംഡ്. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു കട്ട് ഓഫ് റീജിയനിൽ നോ ചാനൽ ഫോംഡ്, അതായത് ഇവിടെ ചാനലുകളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കണ്ടക്ഷൻ ഉണ്ടാവും. എങ്ങനെ, ഇവിടെ ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ചെറിയ രീതിയിലുള്ള കണ്ടക്ഷൻ മാത്രമേ ഈ കട്ട് ഓഫ് റീജിയനിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത റീജിയനാണ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിൽ എത്തുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് VGൻ്റെ വാല്യൂ നമ്മൾ ഉയർത്തുന്നതായിട്ട് കാണാം. അതായത് VG നമ്മൾ അപ്ലൈ ചെയ്യും, കൂട്ടുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഒരു കണ്ടീഷനിൽ എന്താണ്, നേരത്തെ പറഞ്ഞ അയോൺസുകൾക്ക് പോകാനുള്ളൊരു പാത അവിടെ ക്രിയേറ്റ് ആവും. അതിന് അവിടെ ഇപ്പം നമുക്ക് എന്ത് പറയാൻ കഴിയും, ചാനൽ ഇവിടെ എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, കലക്ടർ കറൻറ്റ് IC അവിടെ നിന്നുണ്ടാണ്, കലക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് IC എന്നുള്ള കറൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്ത റീജിയനാണ് സാച്ചുറേഷൻ റീജിയൻ. ഇവിടെ എന്താണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ 2 എന്താണ് റിവേഴ്സ് ബയാസിലാണ്. ആ റിവേഴ്സ് ബയാസിലുള്ള ജംഗ്ഷൻ 2-ന് എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത്. അവിടെ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇവിടെ ഉണ്ടാകുന്ന ICയുടെ ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെ, ഡ്രാസ്റ്റിക്കലി ക്രമാതീതമായിട്ട് കലക്ടർ കറൻറ്റ് ഈ ഒരു റീജിയനിൽ എന്ത് ചെയ്യുന്നു, ഉയരുന്നതായിട്ട് കാണാൻ കഴിയും.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IGBT ആണ്. ഈ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IGBTയിൽ 2 കാര്യങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ ഒന്നാണ് ടേൺ ഓൺ ടൈം. ഈ ടേൺ ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൻ്റെയും അതുപോലെ ഫോർവേഡ് ഓൺ സ്റ്റേറ്റിനും ഇടയിലുണ്ടാകുന്ന സമയത്തെ പറയുന്ന പേരാണ് ടേൺ ഓൺ ടൈം അഥവാ ടി ഓൺ. ഈ ടി ഓൺ എൻ്റെ ഇക്വേഷൻ ഇപ്രകാരമാണ്: ടി ഓൺ ഈക്വൽ ടു TDN പ്ലസ് TR ആണ്. ഈ TDN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിലേ ടൈമാണ്. ഡിലേ ടൈമിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അഥവാ VCE അഥവാ കലക്ടർ എമിറ്റർ വോൾട്ടേജ് 0.9 VCEയിലേക്ക് കുറയാനെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിൽ നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാണ്, അതായത് VCEൻ്റെ വാല്യൂ 0.9ലേക്ക് എത്താനെടുക്കുന്ന സമയത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഡിലേ ടൈം. ഇനി അടുത്ത് TR റൈസ് ടൈം. റൈസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VCEൻ്റെ വാല്യൂ 0.9ൽ നിന്ന് 0.1 VCEയിലേക്ക് എത്താനെടുക്കുന്ന സമയമാണ്. അതുപോലെ ഇവിടെ കലക്ടർ കറൻറ്റ് ICയിലേക്ക് എത്താനെടുക്കുന്ന സമയത്തിനെയും എന്ത് പറയാം? റൈസ് ടൈം എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ടി ഓഫ് അഥവാ ടേൺ ഓഫ് ടൈമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വേർഡ് തന്നെ അറിയാം എന്തായിരിക്കും. IGBT ഇവിടെ എന്താണ്? ഓഫ് ആവാനെടുക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് എന്ത്? ടി ഓഫ് ടൈം. അപ്പോൾ ഈ ടി ഓഫിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ടി ഓഫ് ഈക്വൽ ടു TDF പ്ലസ് TF1 പ്ലസ് TF2 ആണ്. അതിൽ ഫസ്റ്റ് നോക്കാം TDF. ഇതെന്താണ്? ഡിലേ ടൈമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VGE ഈക്വൽ ടു VGET ആണ്. അതായത് VGE ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് ഗേറ്റ് എമിറ്റർ ത്രഷോൾഡിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രാഫിൽ ശ്രദ്ധിക്കുക, ഇവിടെ കലക്ടർ കറൻറ്റ് IC എന്താണ്? 0.9 ICയിലേക്ക് കുറയാനെടുക്കുന്ന സമയമാണ്. അടുത്തത് എന്താണ്? TF1 ഇനീഷ്യൽ ഫാൾ ടൈം. ഇവിടെ കലക്ടർ കറൻറ്റ് വെച്ചാണ് നമ്മൾ ടേൺ ഓഫ് ടൈം ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? കലക്ടർ എമിറ്റർ വോൾട്ടേജ് വെച്ചാണെങ്കിൽ ഓഫ് ടൈം നമ്മൾ കലക്ടർ കറൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഫാൾ ടൈം അത് നോക്കാം. ഇനീഷ്യൽ ഫാൾ ടൈം എന്ന് പറഞ്ഞാൽ 0.9 ICയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതെന്ത് ചെയ്യണം? 0.2 ICയിലേക്ക് കുറയാനെടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ, നേരത്തെ വോൾട്ടേജ് കുറഞ്ഞപ്പോൾ കറണ്ട് കൂടി. ഇവിടെ കറണ്ട് കുറയുമ്പോൾ എന്താ തിരിച്ച് സംഭവിക്കണം? എന്താണ്? VCE എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 0.1 VCയിലേക്ക് ഉയരുന്നതായിട്ട് കാണാം. അടുത്തത് TF2 അഥവാ ഫൈനൽ ഫാൾ ടൈം. ഫൈനൽ ഫാൾ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0.2 ICയിലാണ് കലക്ടർ കറണ്ട് എത്തി നിൽക്കുന്നത്. അത് 0.1 ICയിലേക്ക് എത്താനെടുക്കുന്ന സമയം. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ 0.1 VCEയിൽ 0.1ൽ എത്തി നിൽക്കുന്നുണ്ട്. അത് VCE ആണ് എടുക്കുന്നത്. അതായത് ഇവിടെ കലക്ടർ കറണ്ട് കൂടുമ്പോൾ എന്താണ്? കലക്ടർ എമിറ്റർ വോൾട്ടേജ് കൂടുന്നതായിട്ട് കാണാം. ഓക്കെ, ഓഫ് ടൈമിൽ. ഇത്രയാണ് ഇതിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തതായി IGBTയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ UPS സിസ്റ്റംസ്, സെക്കൻഡ് വൺ പവർ സപ്ലൈസ്, തേർഡ് വൺ DC ആൻഡ് AC മോട്ടോർ ഡ്രൈവ്സ്, ഫോർത്ത് വൺ ഡ്രൈവ്സ് ഫോർ റിലേസ് ആൻഡ് കോണ്ടാക്റ്റേഴ്സ്, ഫിഫ്ത്ത് വൺ ഡ്രൈവ്സ് ഫോർ സോളിനോയിഡ്സ്. ഇത്രയുമാണ് IGBTയുടെ ആപ്ലിക്കേഷൻസ്.